പ്രമേഹ രോഗികൾ പൊതുവെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതിൽ വെള്ളത്തിന് കാര്യമായ പങ്കുണ്ട്. ഒരാൾ വെള്ളം കുടിക്കുന്നത് കുറവായാൽ അയാളുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. ശരീരം ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ബ്ലഡിലെ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ കൂടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ 2 ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഓരോ സ്പൂൺ പഞ്ചസാര ഇടുന്നതായിട്ട് വിചാരിക്കുക. എന്നിട്ട് ആദ്യത്തെ ഗ്ലാസ്സിൽ നിറയെ വെള്ളം ഒഴിക്കുകയും രണ്ടാമത്തെ ഗ്ലാസ്സിൽ പാതി മാത്രം വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നു. ഏത് ഗ്ലാസ്സിലെ വെള്ളത്തിനായിരിക്കും കൂടുതൽ മധുരം? ഉറപ്പായിട്ടും രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തിലായിരിക്കും. ഇത് തന്നെയാണ് ബ്ലഡിലും സംഭവിക്കുന്നത്. ഡീഹൈഡ്രേറ്റഡ് ആയ ഒരാൾക്ക് ബ്ലഡിലെ ഷുഗർ അധികം കൂടുതലല്ലെങ്കിലും അതുണ്ടാക്കുന്ന ആഘാതം വലുതായിരിക്കും. നന്നായിട്ട് വെള്ളം കുടിച്ചാൽ പ്രമേഹ രോഗികൾക്ക് അവരുടെ കിഡ്നിയെ ഡയബറ്റിക് നെഫ്രോപ്പതിയിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കും. കൂടാതെ മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങളും ഇതിലൂടെ നമുക്ക് പ്രതിരോധിക്കാം. ഒരാൾ ഒരു ദിവസം എത്രത്തോളം വെള്ളം ഉപയോഗിക്കണമെന്ന് അയാളുടെ ബോഡി വെയിറ്റ് വെച്ചാണ് കണക്കാക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന ടേബിളിൽ ഒരാൾ ഒരു ദിവസം അയാളുടെ വെയിറ്റ് അനുസരിച്ച് എത്രത്തോളം വെള്ളം കുടിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കാം. കൂടാതെ ഇതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇത് കിഡ്നി ഫംഗ്ഷൻ ഒക്കെ നോർമൽ ആയിട്ടുള്ള ആളുകൾക്കുള്ള കാൽക്കുലേഷൻ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.